Very fine. Good morning, good afternoon, good evening to one and all. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഭയങ്കര അടിപൊളി ടോപ്പിക്കാണ്. ഈ ചാപ്റ്റർ 8 ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് കൂടിയാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. റിപ്പീറ്റ് വിത്ത് മീ, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഓക്കെ ആണോ? യെസ്. സോ എന്താണ് ബിസിനസ് പ്രോസസ്, എന്താണ് റീ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഒറ്റ വാക്കിൽ എന്താണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ബിസിനസിലെ പ്രോസസ്സിനെ എൻറ്റയർലി വാർത്തെടുത്ത് എൻറ്റയർലി ചേഞ്ച് ചെയ്ത് പുതിയൊരു പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്താണ്? ഓൾഡ് ബിസിനസ് പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി എടുത്ത് ഡസ്റ്റ്ബിനിലിട്ട് പുതിയൊരു ബിസിനസ് പ്രോസസ്സിനെ വാർത്തെടുക്കുക. ഇതിനാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എന്താണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്? ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എന്റെ കയ്യിൽ പറയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എ സെക്കൻഡ്, ഞാൻ ഒരു വൺ നോട്ട് നോക്കണം. കുറെ എഴുതി തരാം. ഞാൻ എഴുതുന്ന സമയത്ത് നമുക്ക് കുറെ കൂടി മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. 2-3 ഉദാഹരണമുണ്ട്. അതിൽ ആദ്യത്തെ ഉദാഹരണം, ഞാൻ ഒരു സിനിമ കാണാൻ വേണ്ടി പോവാണ്. ഒരു മൂവി. ആരുടെ മൂവിയാ? നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടറിന്റെ പേര് പറഞ്ഞു. ആരുടെ ആയാലും കുഴപ്പമില്ല. ഓക്കെ, പൃഥ്വിരാജ്, മോഹൻലാലോ, ഓക്കെ, ആരായിക്കോട്ടെ, ദുൽഖർ സൽമാൻ, ഓക്കെ ഫൈൻ, ആരുടെയെങ്കിലും പടം. ഓക്കെ, സോ ഒരു DQയുടെ അല്ലെങ്കിൽ രാജോട്ടന്റെ ഒരു പടം വന്നു തിയേറ്ററിൽ. സോ പണ്ടായിരുന്നുവെങ്കിൽ, ഓൾഡ് സ്കീം, ന്യൂ സ്കീം, പണ്ടായിരുന്നു ഞാൻ പടം കാണാൻ വേണ്ടി പോകുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പടത്തിന് പോകണം, ഞാൻ എന്ത് ചെയ്യണം? പടം തുടങ്ങുന്നത് 2:11 മണിക്കാണ്. ഓക്കെ, 11 മണിക്കാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായിരിക്കും ഞാൻ ചെയ്യേണ്ടത്? പണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് ക്യൂ നിൽക്കണം ടിക്കറ്റിന് വേണ്ടിയിട്ട്. I should reach the theater at least ഒരു 1.5 hours before. കാരണം രാജോട്ട പടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ദുൽഖറിന്റെ പടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സിനിമയായിരിക്കും. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേ ചെന്ന് ഞാൻ ക്യൂ നിന്നാൽ മാത്രമേ എനിക്ക് ടിക്കറ്റ് ഒക്കെ അവൈലബിൾ ആവും. സോ അങ്ങനെയാണ്. പിന്നെന്താണ്? ഹാവ് ടു പ്ലാൻ ഇൻ അഡ്വാൻസ്. യെസ്. ഇപ്പോഴാണെങ്കിലോ, ഇന്ന് എനിക്കൊരു സിനിമ കാണാൻ പോകണം. ഞാൻ എന്താ ചെയ്യാം? ആദ്യം ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യും. കുറേ നമുക്കുണ്ടല്ലേ, ബുക്ക് മൈ ഷോ, Paytm, ഡിഫറെന്റ് മോഡ്സിൽ നമുക്ക് തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എനിക്ക് എന്റെ സീറ്റ് വരെ ബുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? യെസ്. സോ അങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. എനിക്കിവിടെ നോ നീഡ് ഓഫ് എനി ക്യൂ, no need to stand in queue. നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇവിടെ എന്താണ് ആക്ച്വലി രണ്ടും തമ്മിലുള്ള വ്യത്യാസം? കസ്റ്റമർക്ക് ഒരു ഡിസയർ വന്നു, എനിക്കൊരു ഡിസയർ വന്നു. എന്താണ്? എനിക്കൊരു പടം കാണണം. ഡിസയർ വന്നു. ആ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം ആണ് ഇവിടെ റെഡ്യൂസ് ചെയ്തത്. ടൈം ഈസ് ദ ടൈം ഗ്യാപ്പ്. ഇൻ ദ ഏർലിയർ കേസ്, ഓൾഡ് കേസിൽ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. എന്റെ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇൻ ദ ന്യൂ കേസിലോ, പുതിയ കേസിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് എന്റെ ഡിസയർ പെട്ടെന്ന് സാറ്റിസ്ഫൈ ആയി. സോ ഈ ടൈം ഗ്യാപ്പ് കുറയ്ക്കുക. കസ്റ്റമർക്ക് കൊടുക്കേണ്ട സർവീസ്, ആ സർവീസിന് എടുക്കുന്ന ടൈം ഗ്യാപ്പ് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുന്ന പ്രൊസീജിയറിനാണ് എന്ത് പറയുന്നത്? ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഓൾഡ് വേ ഓഫ് ഡൂയിങ് തിങ്സിനെ എന്ത് ചെയ്യണം? ഒഴിവാക്കിയിട്ട് യൂസ് ഓഫ് IT, പിന്നെന്താണ്? റീവാമ്പിംഗ് ദ എൻറ്റയർ പ്രോസസ്. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടൈം ഗ്യാപ്പ് കുറയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാം. പണ്ട് എനിക്ക് ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്ക് സർവീസസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഞാൻ സഞ്ജയ്, ഓക്കെ, ഐ വോണ്ട് ടു ട്രാൻസ്ഫർ ₹1 lakh ടു മൈ ഫ്രണ്ട്. ഹു ഇസ് മൈ ഫ്രണ്ട്? മൈ ഫ്രണ്ട് ഈസ് അഭിജിത്ത്. ഓക്കെ, ഐ വോണ്ട് ടു ട്രാൻസ്ഫർ ₹1 lakh ടു അഭിജിത്ത്. ഹൗ വിൽ ഐ ട്രാൻസ്ഫർ? ഏർലിയർ ആണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഫിസിക്കലി ഞാൻ ബാങ്കിൽ ചെന്ന് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ചെക്ക് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡിഫറെന്റ് മോഡ്സ് ആണ്. ഇന്നാണെങ്കിലോ
ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെ, ഓൺലൈൻ ട്രാൻസ്ഫർ അവൈലബിൾ ആണ്. ടപ്പേന്ന് വർക്ക് പോകും, ടപ്പേന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഞാൻ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പൊ പൈസ പോകും, 1 lakh rupees അഭിജിത്തിന്റെ അക്കൗണ്ടിലേക്ക് വീഴും. സോ ഇവിടെ എന്താണ് കുറഞ്ഞത്? പണ്ടും ഇന്നും തമ്മിൽ എന്താണ് കുറഞ്ഞത്? ടൈം ടേക്കൺ അല്ലെ, കറക്റ്റ് അല്ലെ? ടൈം ടേക്കൺ ഗെറ്റ്സ് റെഡ്യൂസ്. ഇത് എങ്ങനെയാണ് ഇത് റെഡ്യൂസ് ചെയ്തത്? പണ്ടുണ്ടായ പ്രോസസ്സ്, ഓൾഡ് പ്രോസസ് എന്തായിരുന്നു? I need to go to bank, I have to stand in queue, I have to take the token, I have to write the leaf. ലീഫില്ലേ, ചെക്ക് ലീഫ് മറ്റു ലീഫ് ഒക്കെ ഉണ്ടാവില്ല, അവിടെ ലീഫ് എഴുതണം, അവിടെ സബ്മിറ്റ് ചെയ്യണം, പേയ്മെന്റ് കൊടുക്കണം, അഭിജിത്തിന്റെ ഒരുപാട് പ്രൊസീജിയർ ആയിരുന്നു. ആ ഓൾഡ് പ്രൊസീജിയറിനെ എൻറ്റയർലി മാറ്റിയിട്ട് പുതിയ പ്രൊസീജിയർ ഓൺലൈനിലൂടെ ടപ്പേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ടപ്പേ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എന്താണ് അവിടെ കുറഞ്ഞത്? ടൈം ടേക്കൺ. സോ കസ്റ്റമർക്കൊരു ഡിസയർ വന്നു, കസ്റ്റമറുടെ ആവശ്യം അത് സാറ്റിസ്ഫൈ ചെയ്യാൻ എടുക്കുന്ന ടൈം, കസ്റ്റമറുടെ ആവശ്യം അത് സാറ്റിസ്ഫൈ ചെയ്തെടുക്കാനുള്ള ടൈം അത് കുറയ്ക്കുക എന്നതാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ന്യൂ വേ ഓഫ് ഡൂയിങ് തിങ്സ്. സോ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്താണ്? ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് നമുക്ക് നോക്കാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്. പണ്ട് എനിക്ക് കണ്ണൂരിൽ നിന്നും, ഞാൻ കണ്ണൂരുകാരനാണ്, സോ പണ്ട് എനിക്ക് കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് ഹാർഡ് കോപ്പി എടുക്കണം. റിസർവ് ചെയ്യണമെങ്കിൽ മുൻകൂട്ടി ഞാൻ അവിടെ ചെന്ന് ഹാർഡ് കോപ്പി എടുക്കണം. ഇന്നാണെങ്കിലോ, ഇന്ന് എനിക്ക് എന്റെ വീട്ടിൽ തന്നെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട് അല്ലെ, ഓൺലൈൻ IRCTC ആപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ പേടിഎമ്മിന്റെ ആപ്പ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ആ പേടിഎമ്മിന്റെ ആപ്പ് വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് എന്റെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. സോ ഇവിടെ എന്താണ് കുറഞ്ഞത്? ഇവിടെ ടൈം ടേക്കൺ ആണ് ഇവിടെ റെഡ്യൂസ് ചെയ്ത്. ആണല്ലോ? യെസ്. സോ എന്താണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്? അതിനു മുന്നേ എന്താണ് പ്രോസസ് എന്ന് പഠിക്കുക. പ്രോസസ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വളരെ പണ്ട് മുതലേ പഠിക്കുന്ന. പ്രോസസ് ഇസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ടു അച്ചീവ് സം ഒബ്ജക്റ്റീവ് അല്ലെ. സെറ്റ് ഓഫ് ലോജിക്കലി റിലേറ്റഡ് ടാസ്ക് ഓർ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ടുവേർഡ്സ് അച്ചീവിംഗ് സ്പെസിഫൈഡ് കസ്റ്റമേഴ്സ്. Just a second. Okay, fine. നോക്കാം. അപ്പോൾ എന്താണ് ബിസിനസ് പ്രോസസ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ടുവേർഡ്സ് അച്ചീവിംഗ് എ സ്പെസിഫൈഡ് ഔട്ട്കം. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുക എന്താണ് പ്രോസസ് അല്ലെ. സോ ബിസിനസ് പ്രോസസ് ഇൻവോൾവ്സ് നമ്പർ ഓഫ് സ്റ്റെപ്സ് പെർഫോം ബൈ ഡിഫറെന്റ് പീപ്പിൾ ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കമ്പനിയിൽ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് എല്ലാം ഒരു വ്യക്തി തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക? അല്ല. ഡിഫറെന്റ് പീപ്പിൾ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡിഫറെന്റ് പീപ്പിൾ എല്ലാവരും കൂടി അവിടെ സെറ്റ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് എന്ത് പറയുന്നത്? ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ലാപ്ടോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എന്റെ കമ്പനിയുടെ പേര് ലെനോവോ. നമ്മൾ ലാപ്ടോപ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്, മാനുഫാക്ചർ ചെയ്യാറുള്ളത്. സോ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ദ എൻറ്റയർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത്. ആണല്ലോ? യെസ്. സോ ഇറ്റ് ഇൻവോൾവ്സ് നമ്പർ ഓഫ് സ്റ്റെപ്സ് പെർഫോം ബൈ ഡിഫറെന്റ് പീപ്പിൾ ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? യെസ്. സോ എന്താണ് ബിസിനസ് സിസ്റ്റം? ഒരുപാട് ബിസിനസ് പ്രോസസ്സിന്റെ ഒരുമിച്ച് പറയുന്നതാണ് സിസ്റ്റം. സി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സോറി. സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിന് എന്ത് പറയും? പ്രോസസ് എന്ന് പറയും. ആക്ടിവിറ്റീസ് എന്ത് പറയും? പ്രോസസ് എന്ന് പറയും. സെറ്റ് ഓഫ് പ്രോസസ്സിന് എന്ത് പറയും? സിസ്റ്റം എന്ന് പറയും. സെറ്റ് ഓഫ് ഇന്റർകണക്റ്റഡ് ഓർ ഇന്റർ റിലേറ്റഡ് ഓർ ഇന്റർ ഡിപെൻഡന്റ് പ്രോസസ്സിന് എന്ത് പറയും? സിസ്റ്റം എന്ന് പറയും. ഓക്കെ ആണോ? യെസ്. പിന്നെ കോർ പ്രോസസ്, ഇമ്പോർട്ടന്റ് പ്രോസസ് എന്താണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ. നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ് ഏതാണോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർ പ്രോസസ് എന്ന് പറയുന്നത്. an organization will do a plenty of number of process അല്ലെ. സോ അതിൽ നിന്നും കോർ ആയിട്ടുള്ള പ്രോസസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്, which is very critical for the success of the organization, which is very critical for the survival of the enterprise, അതിനാണ് എന്ത് പറയുന്നത്? കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ്? കോർ ബിസിനസ് പ്രോസസ്. So BPR, Business Process Reengineering, focuses on such critical business process. BPR means what?
ബിസിനസ് പ്രോസസ്സിനെ റീ എഞ്ചിനീയർ ചെയ്യാം. എൻറ്റയർ പ്രോസസ്സിനെ മാറ്റി പുതിയ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, BPR എന്ന് പറയുന്നത്. സോ എൻറ്റയർ പ്രോസസ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ കോർ ബിസിനസ് പ്രോസസ്. റിപ്പീറ്റ്, കോർ ബിസിനസ് പ്രോസസ്. ഓക്കെ ആണോ? സി ജസ്റ്റ് ആലോചിച്ചാൽ മതി, പണ്ട് നമ്മുടെ ലൈഫും ഇന്നത്തെ നമ്മുടെ ലൈഫും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലേ? ഇല്ലേ? യെസ്. പണ്ട് എനിക്ക് ബാങ്കിൽ പോകണമെങ്കിൽ ക്യൂ നിൽക്കണം, ഒരുപാട് കഷ്ടപ്പാടാണ്. ഇന്ന് എനിക്ക് ബാങ്ക് ട്രാൻസാക്ഷൻസ് എന്റെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത്? പണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ ചെല്ലണം, ക്യൂ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു, ഇപ്പോ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ട്രാൻസ്ഫോർമേഷൻ വന്നില്ലേ, അവർ ബാങ്ക് അവരുടെ എൻറ്റയർ പ്രോസസ്സ് മാറ്റിമറിച്ചു. അവരുടെ എൻറ്റയർ പ്രോസസ് അവർ എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി അവർ ചേഞ്ച് ചെയ്തു. ആ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത ആ പ്രോസസ് അല്ലേ, ആ പ്രൊസീജിയറിനാണ് എന്ത് പറയുന്നത്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആ പ്രൊസീജിയറിനാണ് എന്ത് പറയുന്നത്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് നമുക്ക് എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം നമുക്ക്, അല്ലെ? ഇറ്റ് റിഫേഴ്സ് ടു ദ അനാലിസിസ് ആൻഡ് റീഡിസൈൻ ഓഫ് വർക്ക് ഫ്ലോസ് ആൻഡ് പ്രോസസ്. ഓർഗനൈസേഷനിലുള്ള വർക്ക് ഫ്ലോസിനും പ്രോസസ്സിനും entirely redesign ചെയ്യാൻ വേണ്ടി പോവാണ്. entirely redesign ചെയ്യാൻ വേണ്ടി പോവാണ്. We will analyze the existing business process. We will redesign the existing business process. Analysis and എവിടെയെങ്കിലും എഴുതി വെക്കാം, analysis and redesign. Analysis and redesign. Analysis and redesign are the entire workflows, entire business process within and between the organization. It is the, see, very very important words. Okay, the orientation of redesign effort is radical. That is, it's a total deconstruction and rethinking of business process in its entirety. See, business process re-engineering എന്ന് വെച്ചാൽ എന്റെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ്സിലെ ഏതാനും ചില ഐറ്റംസ് മാത്രം മാറ്റുക എന്നല്ല, entire business process ഞാൻ മാറ്റും. entire business process ഞാൻ മാറ്റും. It is a total deconstruction and rethinking of existing business process. It is a total deconstruction and rethinking of existing business process in its entirety, unconstrained by its existing structures and pattern. already ഉള്ള business processനെ entirely total deconstruction ചെയ്യാണ്, completely മാറ്റി പുതിയ ഓൾഡ് ട്രഡീഷണൽ ഓൾഡ് പഴഞ്ചൻ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി പുതിയ രീതിയിൽ പ്രവർത്തിക്കുക. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഈ പുതിയ രീതിയിൽ ചെയ്യുന്നതിന്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻറ്റയർ ബിസിനസ് പ്രോസസ്സിനെ റീവാമ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഒബ്റ്റെയിൻ ക്വാണ്ടം ഗെയിൻസ്. നമ്മൾ എൻറ്റയർ പ്രോസസ്സിനെ മാറ്റുന്ന സമയത്ത് അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ചെറുതായിരിക്കണമോ വലുതായിരിക്കണമോ? ടെൽ മീ. സി, ഓൾറെഡി ഉള്ള എന്റെ എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ്സിനെ ഞാൻ എൻറ്റയർലി മാറ്റി പുതിയൊരു ബിസിനസ് പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഒബ്ജക്റ്റീവ് ആ പുതിയ ബിസിനസ് പ്രോസസ് കൊണ്ട് എനിക്ക് കിട്ടേണ്ട ലാഭം ചെറിയ ലാഭമായിരിക്കണമോ വലിയ ലാഭമായിരിക്കണോ? വലിയ ലാഭമായിരിക്കണം, അല്ലെ? ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഒബ്റ്റെയിൻ ക്വാണ്ടം ഗെയിൻ. എന്താണ് ക്വാണ്ടം ഗെയിൻ? ക്വാണ്ടം ഗെയിൻ മീൻസ് വാട്ട്? നോട്ട് ലൈക്ക് സ്മോൾ ഗെയിൻ. ക്വാണ്ടം ഗെയിൻ മീൻസ് സംതിങ് ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ഇൻ നമ്പേഴ്സ്, ദാറ്റ് ഈസ് ഹ്യൂജ് ഗെയിൻ. ക്വാണ്ടം ഗെയിൻ, ക്വാണ്ടം ഗെയിന്റെ മീനിങ് നമുക്ക് എന്താണ് നോക്കാൻ പറ്റുമോ? നോക്കാലോ. ജസ്റ്റ് ക്വാണ്ടം ഗെയിന്റെ മീനിങ് ഗൂഗിളിൽ ചെല്ലാം. നമുക്ക് എന്തറിയില്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ എന്ത് ചെയ്യണം? ഗൂഗിൾ ചെയ്യണം. ക്വാണ്ടം ഗെയിൻ, quantum gains meaning the discrete quantity of energy proportional in required or allowed amount, especially amount of monetary quantum in the smallest possible discrete unit of physical property such as energy. നമുക്ക് വേണ്ട ഒരു സംഭവം കിട്ടുന്നില്ല അല്ലേ? quantum leap or quantum jump is a very great and sudden increase in its size. ഇത് മതി. It is a very great and sudden increase in its size. Quantum amount, അത് quantum എന്ന് വെച്ചാൽ sudden increase. We are not expecting a small change. Why? Because നമ്മൾ നമ്മുടെ entire process മാറ്റുന്നുണ്ട്. entire process മാറ്റി പുതിയൊരു പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ബെനിഫിറ്റ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല. We are expecting a quantum gain. We are expecting a quantum gain in the performance, in terms of time, cost, output, quality, responsive from the customers. കസ്റ്റമേഴ്സിന്റെ അടുത്ത് കിട്ടുന്ന ഈ പ്രോസസ്സ് എൻറ്റയർലി മാറ്റുന്ന സമയത്ത് ഞാൻ ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം കുറയണം, ഔട്ട്പുട്ട് കൂടണം, ക്വാളിറ്റി ഇൻക്രീസ് ആവണം, ഇംപ്രൂവ് ആവണം, കസ്റ്റമറുടെ റെസ്പോൺസ് പോസിറ്റീവ് ആയിരിക്കണം. സോ ചെറിയ രീതിയിലുള്ള മാറ്റമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വലിയ മാറ്റമാണ്. ഇനി ചെറിയ കളികളല്ല, വലിയ കളികളാണ്, അല്ലെ?
സോ അതുപോലെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ സമയത്തിന്റെ കേസിലായാലും ശരി, ചെലവിന്റെ കേസിലായാലും ശരി, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ കേസിലായാലും ശരി, ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയുടെ കേസിലായാലും ശരി, കസ്റ്റമറിന്റെ റെസ്പോൺസിന്റെ കേസിലായാലും ശരി, ദ ഗെയിൻ ഷുഡ് ബി ക്വാണ്ടം ഇൻ നേച്ചർ. ക്വാണ്ടം ഗെയിൻ ആയിരിക്കണം. സോ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് വൺ, analysis and redesign. Analysis and redesign of workflow and process. First one, redesign should be radical. Radical എന്ന് പറയുന്നത് entire total deconstruction and rethinking of the business process. പിന്നെന്താണ്? Its objective is to quantum gain in the performance of time, cost, quality, പിന്നെന്താണ്? Customer response, everything. ഈ റീഡിസൈൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സി, പണ്ട് നമ്മൾ ക്യൂവിലായിരുന്നു നിന്ന് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത്, ഇപ്പൊ ഓൺലൈൻ ചെയ്തു. ഈ ഓൺലൈൻ ഒക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പണ്ട് നമ്മൾ ക്യൂവിൽ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഓൺലൈൻ ആയിട്ട് എല്ലാം നമ്മൾ ചെയ്യണം. അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? സിംപ്ലിഫൈങ് ആൻഡ് സ്ട്രീം ലൈനിങ് എ പ്രോസസ്. Simplifying the process, streamlining the process by eliminating all redundant and non-value adding steps. ഞാൻ ക്യൂവിൽ നിന്നാൽ ഈസ് ഇറ്റ് ഗോയിങ് ടു ക്രിയേറ്റ് എനി വാല്യൂ ടു ദ കസ്റ്റമർ ഓർ ടു ദ ഓർഗനൈസേഷൻ? നോ. സോ റിമൂവ് ഓൾ non-value added steps. In your entire business process, remove all non-value added steps. So the business process re-engineering, the entire total deconstruction ഒക്കെ പറഞ്ഞില്ല, അതിന്റെ ഉദ്ദേശം എന്താണ്? To simplify the process, to simplify and streamline the process by removing all unwanted non-value added steps and activities, thereby reducing drastically the number of stages. എത്ര പ്രോസസ്സ് പണ്ട് എനിക്ക് 5 സ്റ്റെപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സിനിമ കാണാൻ പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം, ആദ്യം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ക്യൂ നിൽക്കണം, പിന്നെന്താണ് സിനിമ കാണണം, അങ്ങനെ ഒരുപാട് 5 സ്റ്റെപ്സ് ഉണ്ട്. ഇന്ന് എനിക്ക് ആകെ 3 സ്റ്റെപ്സേ ഉള്ളൂ. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പടം കാണാം, തിരിച്ചു വരിക. പണ്ട് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. സോ reducing the number of stages, reducing drastically the number of stages, reducing drastically the number of stages. So business process is an unusual improvement in an operating effectiveness, not usual improvement. See, നോർമലി നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കുന്ന സമയത്ത് എന്റെ ബിസിനസ് പ്രോസസ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കുമ്പോൾ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്, അല്ലെ? ഏത് ബിസിനസ് പ്രോസസ്സും ആയിക്കോട്ടെ, എന്റെ ബിസിനസ് പ്രോസസ്സിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് എനിക്ക് കാണാൻ പറ്റും. പക്ഷെ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അൺയൂഷ്വൽ ഇംപ്രൂവ്മെന്റ് ആയിരിക്കണം. നോട്ട് കുഞ്ഞു യൂഷ്വൽ ഇംപ്രൂവ്മെന്റ്, അൺയൂഷ്വൽ ഇംപ്രൂവ്മെന്റ് ആയിരിക്കണം in the operating effectiveness through redesigning of critical business process supporting business system. Are you guys able to understand? So business process re-engineering is an approach to unusual improvement in the operating effectiveness. So ipo thana nammal 4-5 sentence already padichu alle. Endakeyana? First one, it is the analysis and redesign of workflows and process. Pinna, the redesign should be radical in nature. What do you mean by radical? Total deconstruction and rethinking of the business process. Pinna, the objective is quantum gain. Quantum gain or quantum gain in the what's a performance of time, cost, output, quality, responsive from the customers, all these things. Its objective on to simplify and streamline the process, reducing the number of steps, removing all non-value added steps, all these things. And it is an approach of unusual improvement in operating effectiveness through the redesigning of the critical business process. മനസ്സിലാവുന്നുണ്ടോ? Yes sir. So business process re-engineering means starting all over and starting from scratch. See, business process re-engineering means ഞാൻ പറഞ്ഞു entire process ആണ് നമ്മൾ മാറ്റുന്നത്. ഓൾറെഡി ഉള്ള ഈ പഴഞ്ചൻ പ്രോസസ്സിനെ എടുത്ത് കുപ്പത്തൊട്ടിൽ ചാടിയിട്ട് പുതിയ പ്രോസസ് from the beginning, from the scratch we are going to start, from the very scratch we are going to start, starting all over and starting from scratch. Re-engineering എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് സെക്കൻഡ്, ഒരു ആംബുലൻസ് പോകുന്നത്, മേ ബി നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. കേൾക്കുന്നുണ്ടോ? അതൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. Ambulance. So re-engineering in another words means putting aside much of the age-old practices and procedures of doing things. ഈ പഴഞ്ചൻ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്? റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ പഴഞ്ചൻ വേ ഓഫ് ഡൂയിങ് തിങ്സിനെടുത്ത് മാറ്റി വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്? റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ഫോർഗെറ്റിംഗ് ഹൗ ദ വർക്ക് ഹാസ് ബീൻ ഡൺ സോ ഫാർ. ഇതുവരെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു കളാം.
ഇനി അങ്ങോട്ടേക്ക് എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം. ഞാനാരാണ്? BPR. ഞാനാണ് BPR, ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയർ. ഇതുവരെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? മറന്നുകളാ. Forgetting how the work has been done so far and deciding how it can be done in a best possible way. ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യം മറന്നുകളാ. ഇനി എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്? ഇറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് ഓൾ ഓവർ, സ്റ്റാർട്ടിംഗ് ഫ്രം ദ സ്ക്രാച്ച്. റീഎഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? റിമൂവിങ് അല്ലെങ്കിൽ എന്താണ്? പുട്ടിംഗ് aside the old aged practices, forgetting how the things were done so far, and let's concentrate on how best we can do the process. പിന്നെ കുറച്ച് എലമെന്റ്സ് ഓഫ് BPR എന്ന് പറഞ്ഞൊരു 3 പോയിന്റ്സ് ഉണ്ട്. എലമെന്റ്സ് ഓഫ് BPR നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഒന്നും പുതിയതായിട്ടില്ല. ഒന്ന്, ഇറ്റ് ബിഗിൻസ് വിത്ത് ഫണ്ടമെന്റൽ റീതിങ്കിങ്. രണ്ട്, ഇറ്റ് ഇൻവോൾവ്സ് റാഡിക്കൽ റീഡിസൈനിങ് ഓഫ് പ്രോസസ്. It aims at achieving dramatic improvement in the performance. Already പറഞ്ഞ കാര്യങ്ങളല്ലേ. റാഡിക്കൽ റീഡിസൈൻ is total deconstruction ആണ്. പിന്നെ ഇംപ്രൂവ്മെന്റ് is not usual improvement, dramatic improvement ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? it begins with fundamental rethinking. Like എന്തിനാണ് നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്നത്? എന്തിനാണ് ഞാൻ ഈ ക്യൂവിൽ നിൽക്കുന്നത്? 1 മണിക്കൂർ ക്യൂവിൽ നിന്നാൽ മാത്രമാണോ എനിക്ക് സിനിമ കാണാൻ പറ്റുന്നത്? ഫണ്ടമെന്റൽ റീതിങ്കിങ്. എനിക്ക് ക്യൂവിൽ നിൽക്കാതെ സിനിമ കാണണം, ഞാൻ എന്ത് ചെയ്യണം? സോ റീഎഞ്ചിനീയറിംഗ് ബിഗിൻസ് വിത്ത് ഫണ്ടമെന്റൽ റീതിങ്കിങ്. ഞാൻ എന്റെ കറന്റ്ലി ഉള്ള എക്സിസ്റ്റിംഗ് ഉള്ള ബിസിനസ് പ്രോസസ് നോക്കും. അതിൽ ഓരോ സ്റ്റെപ്പ് ഞാൻ എടുത്ത് നോക്കും. ഈ സ്റ്റെപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ക്യൂ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം? ക്യൂ നിൽക്കാതെ എനിക്ക് പടം കാണാൻ പറ്റത്തില്ലേ? ഓരോ സ്റ്റേജസ് ഞാൻ ചെക്ക് ചെയ്യും. ഇതിന്റെ ആവശ്യമുണ്ടോ? Why do we do this? Why do we do and what we do? ഞാൻ ഈ ക്യൂ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് പടം കാണണമെങ്കിൽ, എനിക്ക് കാണണം എന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് പടം കാണാനുള്ള ഓപ്ഷൻ വേണം. അല്ലാതെ 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ ചെന്ന് ക്യൂ നിന്ന് 2 മണിക്കൂർ എന്റെ ടൈം വേസ്റ്റ് ആണ്. ടൈം ഈസ് മണി അല്ലെ? സോ ടൈം വേസ്റ്റ് ആണ്. സോ in doing re-engineering, people must ask some basic questions. എന്തൊക്കെയാണ്? Why do we do what we do? And why do we do it the way we do? നമ്മൾ എന്തിനാണ്? എനിക്ക് പടം കാണണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതിന് ഞാൻ എന്തിനാ 2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ആവശ്യം? എനിക്ക് കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകണം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതിന് ഞാൻ എന്തിനാണ് തലേ ദിവസം പോയി 1 മണിക്കൂറെങ്കിലും ക്യൂ നിന്ന് എഴുതി കൊടുത്ത് ഹാർഡ് കോപ്പി എടുക്കേണ്ട ആവശ്യം? എനിക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വേണം. സോ ഇത്തരം ചോദ്യങ്ങളിൽ നിന്നാണ് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് ഉദ്ഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് എന്ത് വരുന്നത്? ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് ഉദ്ഭവിക്കുന്നത്. An attempt to find out answers to such questions may start revealing certain rules, assumptions, operating process as obsolete and redundant. ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരുപാട് പ്രോസസ് ഉണ്ട്, ആവശ്യമില്ലാത്ത നോൺ വാല്യൂ ആഡിങ് പ്രോസസ്. ഇത്തരം പ്രോസസ്സിനെ നമ്മൾ കണ്ടുപിടിക്കും. ക്യൂ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമുക്ക് ഇല്ല. നോൺ വാല്യൂ ആഡിങ്, റിഡണ്ടന്റ്, ഒബ്സൊലീറ്റ് പ്രോസസ്. So re-engineering does not begins with anything given or with any assumption. The thinking process in the re-engineering begins with a totally free state of mind without having any preconceived notion. See, re-engineering ചെയ്യുന്ന സമയത്ത് we should not have any assumption. We should begin from the scratch. എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ വളരെ 0th ലെവൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. We are not going to start a new process keeping in mind some assumption. We are going to start from the scratch. Scratch നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു അസംഷൻസും ഇല്ല. We are going to start from the scratch. Re-engineering first determines what a company must do. Then it decides how to do it. In re-engineering, see, we are going to start from the scratch, right? So first question is, what are we supposed to do? Second question is, how are we going to do this? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സോ റീ-എഞ്ചിനീയറിംഗ് ഓൾവേസ് ബിഗിൻസ് വിത്ത് ദ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കമ്പനി മസ്റ്റ് ഡു ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ്. റീ-എഞ്ചിനീയറിംഗ് ഇഗ്നോർസ് വാട്ട് ദ എക്സിസ്റ്റിംഗ് പ്രോസസ്. ഓൾറെഡി ഉള്ള പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട, അതിനെ എടുത്ത് കുപ്പത്തൊട്ടിലിട്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഓൾറെഡി ഉള്ള പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉള്ള പ്രോസസ്സിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യും. ആ ഓൾറെഡി ഉള്ള പ്രോസസ്സിൽ നിന്നും കസ്റ്റമേഴ്സ് ഹാപ്പി അല്ലാത്തത് കൊണ്ടല്ലേ നമ്മളിപ്പോ ബിസിനസ് പ്രോസസ് റീ-എഞ്ചിനീയറിംഗിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? യെസ്. സോ ഓൾറെഡി ഉള്ള പ്രോസസ്സിനെടുത്ത് ഡസ്റ്റ്ബിൻ ഉണ്ട്, ആവശ്യമില്ല. സോ ഇറ്റ് ഇഗ്നോർസ് the existing process and is concentrated on what it should be. Okay ആണോ? So business process begins with fundamental rethinking.
fundamental, very basic rethinking. What are we supposed to do? How are we going to do this? What is the use of this particular step? Is this particular step is going to add some value to the customer? ഇതിന്റെ ആവശ്യമുണ്ടോ? Is this step obsolete step? Is this process an obsolete process? ഓൾഡ് പഴഞ്ച മെത്തഡ് അല്ലേ ഇത് എന്ന് ചിന്തിക്കാം. ഫണ്ടമെന്റൽ റീതിങ്, വളരെ ബേസിക് ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഉദ്ഭവിക്കുന്നത്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഇഗ്നോർസ് ദ എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ്. നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു വിഷയമേ ഇല്ല. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ദാറ്റ് ഈസ് കോൾഡ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് വരുന്നത് റീഡിസൈനിങ്, റീ എഞ്ചിനീയറിംഗ് ഇൻവോൾവ്സ് റാഡിക്കൽ റീഡിസൈൻ ഓഫ് പ്രോസസ്. റാഡിക്കൽ റീഡിസൈൻ മീൻസ് വാട്ട്? Total deconstruction. It involves going to the root of the problem areas and not attempting to make any superficial changes. See, re-engineering എന്ന് പറഞ്ഞാൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുക എന്നല്ല. ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിക്കുന്നതിനെ അല്ല എന്ത് പറയുന്നത് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ മാറ്റും. എക്സിസ്റ്റിംഗ് പ്രോസസ്സിനെ ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് എൻറ്റയർ പ്രോസസ്സിനെ മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. It is radical redesign. Radical redesign means what? Total deconstruction and rethinking of existing business process. It involves completely discarding all the existing structures and procedures. See, I am continuously saying the same thing, right? Re-engineering means existing process എടുത്ത് കുപ്പത്തൊട്ടി ഇടാം, existing process എടുത്ത് ഡസ്റ്റ്ബിൻ ഇടാം. Entire process നമ്മൾ മാറ്റി മറിക്കാൻ വേണ്ടി പോകണം. Entire process completely discarding the existing procedures and evolving completely new ways of doing it. പുതിയ മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓൾറെഡി ഉള്ള മെത്തേഡിനടുത്ത് വേസ്റ്റ്. പുതിയ മെത്തേഡ്സ്, ന്യൂ വേസ് ഓഫ് ഡൂയിങ് ദ തിങ്സ്. സി, പണ്ട് എനിക്ക് ഒരു കൊച്ചിനോട് എനിക്ക് പ്രണയം തോന്നി. പണ്ടാണ് ഞാൻ എന്താ ചെയ്യാ? കത്ത് എഴുതണം, ചെല്ലണം, വെയിറ്റ് ചെയ്യണം, ആ കൊച്ചു വരുന്നത് വരെ എവിടെയെങ്കിലും കാത്തു നിൽക്കണം, കത്ത് കൈമാറണം, എന്താണ് അവരുടെ റെസ്പോൺസിന് വേണ്ടി കാത്തു നിൽക്കണം. ഹ്യൂജ് ടൈം അല്ലേ? നൗ ലെറ്റ്സ് തിങ്ക് ഓഫ് ന്യൂ വേസ് ഓഫ് ഡൂയിങ് തിങ്. വാട്സ്ആപ്പ് നമ്പർ ഒപ്പിക്കുക, പ്രപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് പോവാ, പ്രപ്പോസ് ചെയ്യുക. സി, പണ്ടുള്ളതും ഇന്നും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലേ? സോ ജസ്റ്റ് ഒരു ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു പൊട്ട ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, റീ എഞ്ചിനീയറിംഗ് ഈസ് അബൌട്ട് ബിസിനസ് റീ ഇൻവെൻഷൻ, നോട്ട് ബിസിനസ് ഇംപ്രൂവ്മെന്റ്, ബിസിനസ് എൻഹാൻസ്മെന്റ് ഓർ ബിസിനസ് മോഡിഫിക്കേഷൻ. റീ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ചെറിയ ഇംപ്രൂവ്മെന്റ്, ഒരു എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ ചെറിയ മോഡിഫിക്കേഷൻ അല്ല. ഇറ്റ് ഈസ് ബിസിനസ് റീ ഇൻവെൻഷൻ. എൻറ്റയർ ബിസിനസ് പ്രോസസ്സിനെയാണ് നമ്മൾ റീ ഇൻവെന്റ് ചെയ്യുന്നത്. അല്ലാതെ ചെറിയ മോഡിഫിക്കേഷൻ, ചെറിയ ഇംപ്രൂവ്മെന്റ്, ചെറിയ എൻഹാൻസ്മെന്റ്, നോ. അതിനെ ബിസിനസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയില്ല. റീ എഞ്ചിനീയറിംഗ് മീൻസ് വാട്ട്? ബിസിനസ് റീ ഇൻവെൻഷൻ. റീ എഞ്ചിനീയറിംഗ് മീൻസ് സോറി എന്താ വർക്കാവാത്ത? ഇടക്കിടക്ക് ഇങ്ങനെ പ്രശ്നം വരും. ഓക്കെ, എഴുതാൻ പറ്റുന്നില്ല. എനിവേ, സോ ബിസിനസ് റീ എഞ്ചിനീയറിംഗ് മീൻസ് വാട്ട്? റീഇൻവെൻഷൻ. എന്താണ്? റീഇൻവെൻഷൻ. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് നോക്കാം. റീ എഞ്ചിനീയറിംഗ് എയിംസ് അറ്റ് അച്ചീവിംഗ് ഡ്രമാറ്റിക് ഇംപ്രൂവ്മെന്റ് ഇൻ ദ പെർഫോമൻസ്. See, when we are doing business process re-engineering, what we are expecting is not marginal improvement. We need dramatic improvement. We need unusual improvement. We are not expecting unusual improvement or marginal improvement. ചെറിയ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ആരും എൻറ്റയർ ബിസിനസ് പ്രോസസ്സിനെ മാറ്റി മറിക്കില്ല. എൻറ്റയർ ബിസിനസ് പ്രോസസ് ഞാൻ മാറ്റി, പുതിയ ബിസിനസ് പ്രോസസ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഹ്യൂജ് ഡിഫറൻസ്, dramatic improvement, unusual improvement ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. If the organization feels the need for marginal improvement in any area, the same can be achieved by conventional method of adjustment. But if it aims for dramatic improvement, re-engineering is the answer. If you are aiming for some small modification, small improvement, then re-engineering ചെയ്യേണ്ട ആവശ്യമില്ല. Conventional adjustments, modification ചെയ്താൽ മതി. But if you are looking for a dramatic improvement, if you are looking for an unusual improvement, then the answer is business process reengineering. The answer is business process reengineering. Okay ആണോ? Yes sir. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഉദാഹരണമല്ല, ഇത് എൻ്റെ തന്നെ മാർക്ക് ലിസ്റ്റ് ആണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്, ഫൈനലിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയത് സെക്കൻഡ് ഗ്രൂപ്പാണ്. സോ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയ സമയത്ത് എൻ്റെ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് എൻ്റെ മാർക്ക്?
ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പിങ്ക് കളറിലുള്ളതാണ് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലെ മാർക്ക്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ആണ് എഴുതിയത് ഫൈനലിൽ മെയ് 2018. എത്രയാണ് എന്റെ മാർക്ക്? 34, ഫെയിൽ. 37, ഫെയിൽ. 32, ഫെയിൽ. 36, ഫെയിൽ. 4 സബ്ജക്റ്റും നല്ല അടിപൊളിയായി തോറ്റു തിന്നാൻ പാടി അല്ലെ. സോ 4 സബ്ജക്റ്റും ഞാൻ തോറ്റു. 4 സബ്ജക്റ്റും തോറ്റപ്പോൾ എനിക്ക് മനസ്സിലായി കറന്റ്ലി ഞാനുള്ള പ്രോസസ്സിൽ എന്തോ പ്രശ്നമുണ്ട്. കറന്റ്ലി ഞാൻ ഫോളോ ചെയ്യുന്ന പ്ലാനിൽ എന്തോ പ്രശ്നമുണ്ട്. എന്റെ കറന്റ് വേ ഓഫ് സ്റ്റഡി ഈസ് റോങ്. അതിന് ഞാൻ എൻറ്റയർലി മാറ്റി ഫ്രം ദ സ്ക്രാച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. കഴിഞ്ഞ തവണ പഠിച്ചതിന്റെ ബാക്കി മുതലല്ല ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. എനിക്ക് ചെറിയ ഇംപ്രൂവ്മെന്റ് അല്ല വേണ്ടത്. നിങ്ങൾക്കറിയാം എത്ര പാസ് മാർക്ക്? 200 മാർക്ക് വേണം. എന്റെ കറന്റ് മാർക്ക് എത്രയാണ്? 139. 139 ആണ് എന്റെ കറന്റ് മാർക്ക്. 139ൽ നിന്നും 200ലേക്ക് മിനിമം എത്തണമെങ്കിൽ എനിക്ക് ചെറിയ ഇംപ്രൂവ്മെന്റ് പോരാ. ചെറിയ ഇംപ്രൂവ്മെന്റ് മതിയോ? ഇല്ല, 61 മാർക്ക് വേണം. 61 മാർക്ക് വേണം. സംവോട്ട് 50% ഓഫ് ദ കറന്റ് മാർക്ക്. 139ന്റെ ഏകദേശം 50% തന്നെയുണ്ട് അല്ലെ. സോ എനിക്ക് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? സോ what I'm trying to say is like ചെറിയ ഇംപ്രൂവ്മെന്റ് അല്ല എനിക്ക് വേണ്ടത്, വലിയ ഇംപ്രൂവ്മെന്റ് വേണം. സോ എനിക്ക് റാഡിക്കൽ ചേഞ്ച് ആണ് ഞാൻ കൊണ്ടുവന്നത്. റാഡിക്കൽ ചേഞ്ച് ഇൻ മൈ വേ ഓഫ് സ്റ്റഡി. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഫ്രം ദ സ്ക്രാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് ഒന്നും അറിയില്ല എന്നുള്ളൊരു അസംഷനിൽ ഒന്നുകൂടെ ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. ഞാൻ ഓൾറെഡി ഇവിടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു. ഈ 4 സബ്ജക്റ്റ് ഞാൻ ഓൾറെഡി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും എനിക്ക് ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് എന്ത് ചെയ്താലാണ് എനിക്ക് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ട് അത് ഞാൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്താലാണ് എനിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാൻ പോകുന്നത് അത് ഞാൻ മനസ്സിലാക്കിയിട്ട് അത് ഞാൻ ചെയ്തു. ആൻഡ് യു ക്യാൻ സീ ദ ഡിഫറൻസ്. 34 47 37 69 32 46 36 58 139 ഉള്ളത് 220. 81 മാർക്കിന്റെ വ്യത്യാസമാണ് ഞാൻ കൊണ്ടുവന്ന ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് കൊണ്ട് എനിക്കുണ്ടായ ക്വാണ്ടം ഗെയിൻ. Quantum gain, I am not expecting a small gain. I need 61 mark to qualify. Currently, I am in 139. I need minimum 200 mark. I aimed for 200. What I received is 220. 220 mark ഞാൻ ലാൻഡ് ചെയ്തു. This is called, ഇത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നല്ല. നിങ്ങളും ഇതുപോലെ തന്നെയൊക്കെ നിങ്ങൾക്കും മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ചുമ്മാ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് കോൾഡ് വാട്ട്? റീ എഞ്ചിനീയറിംഗ്. ഓക്കെ ആണോ? യെസ്. സോ നമ്മൾ പറഞ്ഞു റീ എഞ്ചിനീയറിംഗ് നമ്മൾ പ്രോസസ്സാണ് മാറ്റുന്നത്. എന്തൊക്കെ പ്രോസസ്സാണ് മാറ്റേണ്ടത്? ടെൽ മീ. ഏതൊക്കെ പ്രോസസ്സാണ് മാറ്റുന്നത്? പ്രോസസ് ഓഫ് ഡെലിവറി, പ്രോസസ് പെർട്ടൈനിങ് ടു ഡെവലപ്മെന്റ് ആൻഡ് ഡെലിവറി. കസ്റ്റമറിലേക്ക് കൊടുക്കുന്ന ഐറ്റംസ്. ജസ്റ്റ് എ സെക്കൻഡ്, ഈ പെന്ന് വർക്ക് ആവുന്നില്ല. സോ ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് അപ്പോഴേക്ക് നിങ്ങളുടെ അടുത്ത് വരാം. സംഭവം സെറ്റായി. നോക്കാം എന്താ പറയുന്നത്? പ്രോസസ്. See, the generic business process of firm needs redesign. Maybe classified into 3 broad categories. അത് നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ട പ്രോസസ്സ് 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒന്നുകൂടി പറയാം, റീഡിസൈൻ ചെയ്യേണ്ട പ്രോസസ്സ്. ഏതൊക്കെ പ്രോസസ്സാണ് റീഡിസൈൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി ഡെവലപ്മെന്റ് ആൻഡ് ഡെലിവറി ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ്, ആ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുന്ന പ്രോസസ്സ്. Process of developing a product and process of delivering the product to the customers. അത് നമ്മൾ എന്ത് ചെയ്യണം? റീഡിസൈൻ ചെയ്യണം. 2, involves interface with customers. The process of customer response. കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസസ്, interaction with the customers. How a company interacts with the customers by way of marketing, advertisement, order fulfillment, services, after sale services അല്ലേ? യെസ്. പിന്നെന്താണ്? കംപ്രൈസിങ് മാനേജ്മെന്റ് ആക്ടിവിറ്റി. അപ്പൊ 3 പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോസസ് എന്താണ്? ഡെവലപ്മെന്റ് ആൻഡ് ഡെലിവറി. സെക്കൻഡ് വൺ ഇന്റർഫേസ് വിത്ത് കസ്റ്റമർ. തേർഡ് വൺ പ്രോസസ് കംപ്രൈസിങ് മാനേജ്മെന്റ് ആക്ടിവിറ്റി. എന്തൊക്കെയാ മാനേജ്മെന്റ് ആക്ടിവിറ്റി? ഫോർമുലേഷൻ, ബഡ്ജറ്റിംഗ്, സ്ട്രാറ്റജി ഫോർമുലേഷൻ, പെർഫോമൻസ് മെഷർമെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇതൊക്കെയാണ് മാനേജ്മെന്റ് ആക്ടിവിറ്റി. സോ ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്റെ ഓർഗനൈസേഷനിൽ സ്റ്റാഫ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അത് അത്യാവശ്യം വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് റീവാമ്പ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആണ്. കറന്റ്ലി ഞാനിപ്പം എന്റെ ഓഫീസിൽ സ്റ്റാഫ്സിനെ വേണമെങ്കിൽ ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്ത് ആളെ എടുത്ത് ഇന്റർവ്യൂ ചെയ്ത് ഭയങ്കര പ്രോസസ്സാണ്. സോ ഞാനത് എന്ത് ചെയ്തു? ഫുള്ളി ഞാൻ എടുത്ത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയർ. ആ ഒരു എൻറ്റയർ പ്രോസസ്സിനെ എനിക്ക് എന്ത് ചെയ്യാം? മാറ്റി മറിക്കാൻ പറ്റും. സോ എവിടെയൊക്കെയാണ് നമുക്ക് BPR ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഒന്ന്,
development and delivery of product to the customer. രണ്ട്, interface with the customer. And third one, management activities. Okay ആണോ? Yes sir. Second. Yes. Sorry. Okay. Okay, fine. So yeah. Next important topic is rational of BPR. What do you mean by rational? Rational എന്ന വാക്കിന്റെ അർത്ഥം thought process. എന്താണ്? Thought process of BPR. അല്ലെങ്കിൽ എന്താണ് ഈ BPR ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്, ഈ BPR ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ. ഒന്ന്, ടു സ്റ്റേ കോമ്പറ്റീറ്റീവ് ഇൻ ടുഡേസ് മാർക്കറ്റ്. ടു സ്റ്റേ കോമ്പറ്റീറ്റീവ് ഇൻ ടുഡേസ് മാർക്കറ്റ് വി ഷുഡ് ഡു BPR. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 ബാങ്ക്, ഏതൊക്കെ ബാങ്ക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 2 ബാങ്ക് 3 ബാങ്ക് പറയാം. തൽക്കാലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ ഒരു ബാങ്ക് കൂടി പറയാം, ഏതാണ്? സിൻഡിക്കേറ്റ് ബാങ്ക്. ഓക്കെ, സിൻഡിക്കേറ്റ് ബാങ്ക്. പിന്നെ ഏതെങ്കിലും ഒരു ബാങ്ക് പറയാം, ICICI ബാങ്ക്. ഓക്കെ, ഇവരിപ്പം ഫുൾ ഓൺലൈനായി, ഇവരും ഓൺലൈനായി എന്ന് വിചാരിക്കുക. ഇവർ സിൻഡിക്കേറ്റ് ബാങ്ക് മാത്രം ഇപ്പോഴും മാനുവലി ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. Will syndicate bank remain competitive in the market? No. So പണ്ടുള്ള ആ മാനുവലി ഉള്ള പ്രൊസീജിയർ ഒക്കെ മാറ്റി പുതിയ പ്രോസസ്സിലേക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ വി ഷുഡ് ഡു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ടു സ്റ്റേ കോമ്പറ്റീറ്റീവ്. പിന്നെ ന്യൂ ടെക്നോളജീസ്, IT has rapidly bringing new capabilities to the business. See, information technology daily എന്താണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണം. പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടേയിരിക്കാം. ജസ്റ്റ് നമ്മുടെ ക്ലാസിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കാം. ഒരു 2 വർഷം മുന്നേ വരെ നമ്മളൊക്കെ ഓഫ്ലൈൻ ക്ലാസ് മാത്രം എടുത്തിരുന്ന ആളുകളാണ്. ഇന്നിപ്പോ നമ്മൾ ഫുൾ ഓൺലൈൻ ക്ലാസ്, പെൻ ഡ്രൈവ് ക്ലാസ്, ഗൂഗിൾ ഡ്രൈവ് ക്ലാസ്. ഇപ്പൊ ഞാനും നിങ്ങളും നേരിട്ട് കാണുന്നുണ്ടോ? ഇല്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ ഫോണിലോ ലാപ്പിലാണ് എന്നെ കാണുന്നത്. ഞാൻ നിങ്ങൾ നേരിട്ട് എനിക്ക് നിങ്ങൾ പരിചയമുണ്ടോ? ഇല്ല. ക്ലാസ്സിലാവുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നു, നേരിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ എന്താണ് മാറ്റം വന്നു അല്ലെ? സോ ന്യൂ ഇൻഫോർമേഷൻ ടെക്നോളജി, സൂം, പിന്നെന്താണ് ഗൂഗിൾ മീറ്റ്, ഒരുപാട് പുതിയ സർവീസ് പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ എക്കണോമി ഈസ് ഓപ്പൺ. സി, ഇന്ന് പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ നമുക്ക് ഈ ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോക്കൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് മാത്രം കോമ്പീറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഇന്ത്യൻ എക്കണോമി ഓപ്പൺ ആണ്. Foreign people can invest money in India. Foreign people can sell their products in India. So we need to compete with foreign people, outsiders, global ആളുകളുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. Because of which there is increased competition. More companies have entered the marketplace. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സർവീസസ് ഇംപ്രൂവ് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടൈം ടേക്കൺ ടു പ്രൊവൈഡ് സർവീസ് ഷുഡ് റെഡ്യൂസ്. ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം ഞാൻ കുറയ്ക്കണം. അതിനാണ് എന്ത് പറയുന്നത്? ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് വേണം എന്ന് പറയുന്നത്. ആൻഡ് കസ്റ്റമേഴ്സ് ആർ ഓൾസോ ഡിമാൻഡിങ് ബെറ്റർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. കസ്റ്റമേഴ്സിന് ഇനി പണ്ടത്തെ പോലെ 1 മണിക്കൂർ ക്യൂ നിൽക്കുക, 2 മണിക്കൂർ ക്യൂ നിൽക്കുക, അതൊന്നും നടക്കില്ല. കസ്റ്റമേഴ്സ് ആർ ഓൾസോ ഡിമാൻഡിങ് ബെറ്റർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. ബിക്കോസ് കസ്റ്റമേഴ്സ്, എനിക്ക് ക്യൂ ഒന്ന് ആലോചിച്ചോക്കെ, ഞാൻ സിൻഡിക്കേറ്റ് ബാങ്കിലെ ഒരു കസ്റ്റമറാണ്. ഞാൻ മാനുവലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ SBIയിലും ഓൺലൈനാണ്, ICICIയിലും ഓൺലൈനാണ്. ഞാൻ എന്ത് ചെയ്യും? സിൻഡിക്കേറ്റ് ബാങ്കിലുള്ള എൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ICICIയിലേക്ക് പോകും. കാരണം ഐ ഹാവ് സം അതർ ഓപ്ഷൻസ്. So customers are also demanding better products and services. If they do not receive from one supplier, they have other options to choose. Sorry. Okay, no? Yes. Next, very important question. Implementing BPR in the organization. What are the steps to implement BPR? No, come. Yes. Very simple. 5 to 10 minutes. 5 minutes. First one, determine the objective. See, എന്റെ എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ്സ് കസ്റ്റമേഴ്സിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. ഞാൻ കസ്റ്റമറിലേക്ക് എന്റെ പ്രോഡക്റ്റ് എത്താൻ വേണ്ടി കുറെ ടൈം എടുക്കുന്നുണ്ട്, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഐഡിയ എന്റെ മനസ്സിൽ വന്നത്. സോ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്? നമ്മൾ ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ആദ്യം നമുക്കറിയണം. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റീവ്സ് ആർ ദ ഡിസൈർഡ് എൻഡ് റിസൾട്ട് ഓഫ് ദ റീഡിസൈൻ പ്രോസസ്. ഒബ്ജക്റ്റീവ്സ് ആർ ദ ഡിസൈർഡ് എൻഡ് റിസൾട്ട്. ഞാൻ ഈ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്ന ലാഭം, എന്ത് ക്വാണ്ടം ഗെയിൻ ആണ് എനിക്ക് എന്റെ ബിസിനസ്സിൽ വരാൻ പോകുന്നത്, ഇതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണ വേണം.
ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് 139 മാർക്കായിരുന്നു. 139 ഉള്ളത് എനിക്ക് 200ലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ചേഞ്ചസ് വരുത്തിച്ചു. എന്റെ ഡെയിലി ഹാബിറ്റ്സ്, എന്റെ പഠിക്കുന്ന രീതി, ഞാൻ യൂസ് ചെയ്യുന്ന ബുക്സ്, ഞാൻ ഡിപ്പെൻഡ് ചെയ്ത ഫാക്കൽറ്റീസ്, എല്ലാവരും ഞാൻ മാറ്റി. എൻറ്റയർ ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. സോ എൻറ്റയർ തിങ് ഞാൻ മാറ്റി. അങ്ങനെ മാറ്റുന്ന സമയത്ത് എനിക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. എന്താണ്? എങ്ങനെയെങ്കിലും ഞാൻ പാസ്സാവാം. ഇതിനു വേണ്ടിയല്ലേ ഞാൻ ഈ എൻറ്റയർ പ്രോസസ്സ് മാറ്റിയത്. സോ ഒബ്ജക്റ്റീവ്സ് ആർ ദ ഡിസൈർഡ് എൻഡ് റിസൾട്ട് ഓഫ് ദ റീഡിസൈൻ പ്രോസസ്. ഞാൻ ഇത്രയും റീഡിസൈൻ ചെയ്തത് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് എന്താണ് കിട്ടേണ്ടത്, അതിനാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്. നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത്? ഈ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സെക്കൻഡ്, ഐഡന്റിഫൈ ദ കസ്റ്റമേഴ്സ് ആൻഡ് ഡിറ്റർമിൻ ദിയർ നീഡ്. കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്ന് ആദ്യം കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് അവരുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ക്യൂ നിൽക്കുന്ന കസ്റ്റമർ, സിനിമ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കസ്റ്റമർ. ഞാൻ കസ്റ്റമറിനോട് ചെന്ന് ചോദിക്കും, എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്? അവർ പറയും, 11 മണിയുടെ ഷോ, ഞാൻ രാവിലെ എണീച്ച പാട് പല്ല് പോലും തേക്കാതെ ഇവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ്. 2 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമേ എനിക്ക് പടം കാണാനുള്ള ടിക്കറ്റ് കിട്ടത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ ക്യൂ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. സോ ഐഡന്റിഫൈ ദ കസ്റ്റമർ ആൻഡ് ഡിറ്റർമിൻ ദിയർ നീഡ്സ്. എന്തിനു വേണ്ടിയിട്ടാ? The purpose is to redesign the business process that clearly provides value addition to the customer. I am going to remove all those process which is not going to create any value to the customer. കസ്റ്റമർക്ക് വാല്യൂ എഡിഷൻ തരാത്ത ഒരു പ്രോസസ്സും ഒരു സ്റ്റെപ്പും എന്റെ ബിസിനസ് പ്രോസസ്സിൽ വേണ്ട. I am going to put all those non-value added steps into the കുപ്പത്തൊട്ടി. ഇനി അത് വേണ്ട. The process of redesign the purpose is to redesign the business process that clearly provides value addition to the customer. So ക്യൂ നിൽക്കുന്നവരോട് ഞാൻ പറഞ്ഞു, നമ്മളൊരു പുതിയ ആപ്പ് ചെയ്തിട്ടുണ്ട്, ബുക്ക് മൈ ഷോ. അതിൽ നമ്മൾ രജിസ്റ്റേർഡ് ആണ്. ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് സിനിമ കാണാൻ താല്പര്യമുള്ളത് ആ സമയത്ത് ആപ്പ് ഓപ്പൺ ആക്കുക, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. 2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ആവശ്യം ഇനി ഇല്ല. സോ 2 മണിക്കൂർ കസ്റ്റമറുടെ സേവ് ആയി. It provides value addition to the customers. Third one, study the existing business process. I am going to entirely change my existing business process. So I should study the existing business process. Why? Already ഉള്ള ബിസിനസ് പ്രോസസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് അറിയണം. എന്നാൽ മാത്രമേ എനിക്ക് പുതിയ ബിസിനസ് പ്രോസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പുതിയ ബിസിനസ് പ്രോസസ് ചെയ്തു, അത് അതിനേക്കാളും കൂടുതൽ പ്രശ്നമാണെങ്കിലും നമ്മൾ ചെയ്ത ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്താണ്? അട്ടർ ഫെയിലർ ആയിപ്പോ അല്ലെ. സോ ഫസ്റ്റ് സ്റ്റഡി ദ എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ്. ദ പേർപ്പസ് ഈസ് ടു ഗെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വാട്ട് ആൻഡ് വൈ ഓർ ദ ടാർഗറ്റഡ് പ്രോസസ്. ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയ പ്രോസസ്, അത് എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അതറിയണമെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ് മനസ്സിലാക്കണം. എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ് ഞാൻ പറഞ്ഞു 139 നിന്നും 220ലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പഠിച്ച രീതിയിൽ എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ഇരുന്ന് എഴുതി. ടു ബി വെരി ഫ്രാങ്ക്, ചുമ്മാ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ തള്ളാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, വളരെ സിൻസിയർ ആയിട്ട് ഞാൻ പറയണേ. എക്സാം ഫെയിൽ ആയ സമയത്ത് ഞാൻ ഒരു റൂമിലിരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങൾ, എത്ര മണിക്കൂർ ഞാൻ പഠിച്ചു. ഞാൻ പണ്ടും ഒരു ഏകദേശം 10-12 മണിക്കൂർ പഠിക്കുന്നുണ്ടായിരുന്നു. പുതിയ പ്രോസസ്സിലും ഞാൻ 10-12 മണിക്കൂർ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പഠിച്ച രീതിയിലാണ് ഞാൻ മാറ്റം വരുത്തിച്ചത്. പണ്ട് ഞാൻ തീരെ പഠിക്കുന്നില്ല, ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചു എന്നല്ല. പണ്ടും ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് റിസൾട്ട് വന്നില്ല. സോ എവിടെയാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തിച്ചത്, എന്തൊക്കെയാണ് ഞാൻ മിസ്റ്റേക്ക്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ യൂസ് ചെയ്തില്ല, ഞാൻ ഫാക്കൽറ്റീസ് ചെയ്ത ഷോർട്ട് നോട്ട്സ് അതായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ വായിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്റെ കേസിൽ ആവറേജ് സ്റ്റുഡന്റ് ലൈക്ക് മീ, എനിക്ക് ഒരുപാട് വായിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും എഴുതാൻ പറ്റത്തുള്ളൂ. ഈ ഫാക്കൽറ്റീസ് ഷോർട്ട് നോട്ട്സ് തന്നെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിനേക്കാളും കുറവേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. എനിക്ക് വേർഡ്സ് കിട്ടുന്നില്ല. എനിക്ക് ആകെ അറിയുന്ന 3 സെന്റൻസ് ആണ്. ആ 3 സെന്റൻസ് എങ്ങനെ ഞാൻ 3 മാർക്കിന് എഴുതാൻ വേണ്ടിയിട്ടാണ്? 3 മാർക്കിന് മിനിമം ഒരു 5 സെന്റൻസ് എങ്കിലും എഴുതണം. സോ അവിടെയാണ് ഞാൻ എന്റെ പ്രോസസ്സിൽ ഞാൻ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി. എവിടെയാണ് ഞാൻ മിസ്റ്റേക്സ്? ബിക്കോസ് പണ്ടും ഞാൻ 10-12 മണിക്കൂർ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും ഞാൻ 10-12 മണിക്കൂർ പഠിക്കുന്നത്. സോ ടൈം ഇൻവെസ്റ്റഡ് ഈസ് ഓക്കെ ആണ്. സോ സംതിങ് ഇഷ്യൂ ഉണ്ട്. ഞാൻ പഠിച്ച രീതിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസിൽ ഇഷ്യൂ ഉണ്ട്. ഞാൻ ഡിപ്പെൻഡ് ചെയ്ത ഫാക്കൽറ്റീസിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
ചില ഫാക്കൽറ്റീസ് പറഞ്ഞു എന്റെ നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട, ഇത് പഠിച്ചാൽ നിങ്ങൾ പാസ് ആവും, 100% ഷുവർ, ഈ ഷോർട്ട് നോട്ട്സ് തന്നെ മോർ ദാൻ ഇനഫ് ആണ്, സോ 45-60 മാർക്സ് ഒക്കെ കിട്ടാൻ മോർ ദാൻ ഇനഫ് ആണ്. എന്റെ എത്രയോ കുട്ടികൾ ഈ ഒറ്റ മെറ്റീരിയൽ പഠിച്ചിട്ട് 60+ എക്സംഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. സാറിന്റെ എത്രയോ കുട്ടികളെ പോലെ അല്ല സാർ ഞാൻ, എല്ലാവരും വ്യത്യാസമുണ്ട് സാർ, എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റില്ല സാർ. സോ ഞാൻ എന്ത് ചെയ്തു, എന്റെ മെറ്റീരിയൽ ഒന്ന് ഞാൻ മാറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെതായ റിസൾട്ട്സ് വന്നു. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ലൈക്ക് സ്റ്റഡി ദ എക്സിസ്റ്റിംഗ് പ്രോസസ്. ആദ്യം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാം, എന്നാൽ മാത്രമേ നിങ്ങളുടെ പുതിയ പ്രോസസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ്, ഫോർമുലേറ്റ് എ റീഡിസൈൻ പ്രോസസ് പ്ലാൻ. പുതിയ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യും. പുതിയ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യും. ഓൾറെഡി ഉള്ള പ്ലാൻ നമ്മൾ പഠിച്ചു, അതിലുള്ള മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കി. പുതിയ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യും. ദ ഇൻഫോർമേഷൻ ഗെയിൻഡ് ത്രൂ ദ ഏർലിയർ സ്റ്റെപ്പ്. വാട്ട് ഇസ് ദ ഏർലിയർ സ്റ്റെപ്പ്? Studying the existing process. After studying the existing process, you have got so many information. With these information, you are going to formulate a new plan. You are going to formulate a new plan. Formulation of the redesign plan is the real crux of the re-engineering effort. പുതിയൊരു പ്ലാൻ, പുതിയൊരു പ്രോസസ്, ഒരു പുതിയൊരു പ്ലാൻ ബിൽഡ് ചെയ്തെടുക്കുക, അതാണ് എന്താണ് റീ എഞ്ചിനീയറിംഗ് എഫർട്ടിന്റെ റിയൽ ക്രക്സ് അല്ലേ? യെസ്. കസ്റ്റമർ ഫോക്കസ് റീഡിസൈൻ കോൺസെപ്റ്റ്സ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ഫോർമഡ്. കസ്റ്റമറിനെ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പുതിയ പ്രോസസ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഫോക്കസ് കസ്റ്റമർ ആയിരിക്കണം. കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസ് ഈസി ആയിരിക്കണം, വളരെ ഈസി ആയിരിക്കണം. കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കസ്റ്റമർ ഷുഡ് ബി ദ കിങ്. കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമ്മൾ പ്രോസസ്സ് റീഡിസൈൻ ചെയ്യണം. The information gained through earlier step is translated into ideal redesign process. After learning my existing process, all those information I am going to implement in my new process. പഴയ പ്രൊസീജിയറിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് ആ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുതിയ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്തത്. ഫോർമുലേറ്റ് ചെയ്താൽ മതിയോ? ഇല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഈസി ടു ഫോർമുലേറ്റ്. നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കും, ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്യും. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ ഹാർഡ്ലി ഒരു 1 hour പോട്ടെ 2 hours മതി. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരുപാട് ദിവസം നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം അല്ലെ? സോ ഇറ്റ് ഈസ് ഈസിയർ ടു ഫോർമുലേറ്റ് ദാൻ ടു ഇംപ്ലിമെന്റ്. It is a joint responsibility of the designers and management to operationalize the new process. പുതിയ പ്രോസസ്സ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? എൻറ്റയർ ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിസൈനേഴ്സ്, those who formulate the plan, and the management who should operationalize the process. Implementation of the redesigned process and application of the knowledge gained from the previous step is the key to achieve dramatic improvement. Our objective is to achieve the dramatic improvement. Our objective is to achieve dramatic improvement, not marginal improvement. So whatever, so implementation of the new process and application of the knowledge is what we have gained from the earlier process is the key to achieve dramatic improvement. എന്റെ പുതിയ ടൈം ടേബിൾ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാം. പഴയ ടൈം ടേബിൾ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഞാൻ വരുത്തിച്ച മിസ്റ്റേക്സ് അത് മനസ്സിലാക്കിയിട്ട് പുതിയ ടൈം ടേബിൾ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് നല്ല ഇംപ്രൂവ്മെന്റ് വരണമെങ്കിലുള്ള കീ ഐറ്റം. മനസ്സിലാവുന്നുണ്ടോ? സോ വാട്ട് ആർ ദ സ്റ്റെപ്സ്? ഫസ്റ്റ് വൺ, ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ഐഡന്റിഫൈ ദ കസ്റ്റമേഴ്സ് ആൻഡ് ഡിറ്റർമിൻ ദിയർ നീഡ്. സ്റ്റെപ്പ് 3, സ്റ്റഡി ദ എക്സിസ്റ്റിംഗ് പ്രോസസ്. സ്റ്റെപ്പ് 4, ഫോർമുലേറ്റ് എ റീഡിസൈൻ പ്രോസസ് plan. Step 5, implement the redesigned process. Again, ഇവിടെ നോക്ക്. Come on. First step 1, determine the objective. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? നമ്മൾ ഈ ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്. സ്റ്റെപ്പ് 2, ഐഡന്റിഫൈ ദ കസ്റ്റമർ, ഡിറ്റർമിൻ ദിയർ നീഡ്. നമ്മുടെ ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗിന്റെ ഉദ്ദേശം എന്താണ്? കസ്റ്റമർ എടുക്കുന്ന സമയം കുറയ്ക്കുക, കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് BPR ചെയ്യുക. സ്റ്റെപ്പ് 3, സ്റ്റഡി ദ എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ്. സ്റ്റെപ്പ് 4, ഫോർമുലേറ്റ് എ പ്ലാൻ, ഫോർമുലേറ്റ് ദ റീഡിസൈൻ പ്ലാൻ. സ്റ്റെപ്പ് 5, ഇംപ്ലിമെന്റ് ദ റീഡിസൈൻ പ്ലാൻ, ഇംപ്ലിമെന്റ് ദ റീഡിസൈൻ പ്രോസസ്. ഓക്കെ ആണോ? ടെൽ മീ, ഓക്കെ ആണോ? യെസ്. ഇനി നിങ്ങളുടെ EISന്റെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് ചെയ്യാൻ IT എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും? ആലോചിച്ച് നോക്കിയാൽ പണ്ടാണെങ്കിൽ നമ്മൾ മാനുവലി ക്യൂ നിൽക്കണം, ഇന്നാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ, മൊബൈലിൽ ടക്ക് 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 കഴിഞ്ഞു, പരിപാടി തീർന്നു. പണ്ടായിരുന്നെങ്കിൽ നമ്മൾ മാനുവലി പോയി ക്യൂ നിൽക്കണം, ഇന്നാണെങ്കിൽ ഫോൺ എടുക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, കഴിഞ്ഞു. മൂവി ആയാലും ശരി, റെയിൽവേ ടിക്കറ്റ് ആയാലും ശരി, ഫ്ലൈറ്റ് ടിക്കറ്റ് ആയാലും ശരി, ഒന്നും വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും.
പണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇന്നിപ്പോ നിങ്ങളുടെ വീട്ടിൽ ഇതാ കാഷ്വൽ ഡ്രസ്സിൽ ഇരിക്കുന്ന ഇരുത്തം കണ്ടാൽ നിങ്ങളൊക്കെ മര്യാദക്ക് ഇരിക്കേ, അതുപോലെ ഇരുന്നാൽ മാത്രമേ ക്ലാസ് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോറി എന്തൊക്കെയോ പറഞ്ഞു. സോറി എനിവേ, സോ ഐ ടി ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റി. ഐ ടി ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത്? ഒന്ന്, കംപ്രഷൻ ഓഫ് ടൈം ഒരുപാട് കുറയ്ക്കാൻ പറ്റി. പണ്ട് എടുക്കുന്ന അത്ര ടൈം വേണ്ട, കംപ്രഷൻ ഓഫ് ടൈം. ഓവർകമ്മിങ് റിസ്ട്രിക്ഷൻസ് ഓഫ് ജോഗ്രഫി ആൻഡ് ഡിസ്റ്റൻസ്. ഞാനിപ്പോ ഉള്ളത് കോഴിക്കോടാണ്, നിങ്ങൾ ഏത് ജില്ലയിലാണ് നിങ്ങൾക്കറിയാം. സോ ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നു. സോ ഓവർകമ്മിങ് ദ റിസ്ട്രിക്ഷൻസ് ഓഫ് ജോഗ്രഫി ആൻഡ് ഡിസ്റ്റൻസ്. Restructuring of relationship. The relationship we are restructuring. Customer supplier relationship, every type of relationship we are restructuring. So time, geography, distance and relationship. ഇത് മൂന്നും നമ്മൾ വാർത്തെടുക്കുകയാണ് with the help of IT. So IT ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണം? ഒന്ന്, നമ്മുടെ എഫിഷ്യൻസി കൂടും, എഫക്റ്റീവ്നെസ് കൂടും, ഇന്നോവേഷൻ കൂടും. All these things very small കുഞ്ഞു കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. IT ഉള്ളത് കൊണ്ട് എന്താണ് ഗുണം? ഒന്ന്, എഫിഷ്യൻസി കൂടി. പണ്ട് ഞാൻ 2 മണിക്കൂർ ക്യൂ നിൽക്കണം, ഇന്ന് 1 മിനിറ്റ് കൊണ്ട് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ്നെസ്, എനിക്ക് ബെറ്റർ സർവീസസ് കിട്ടാൻ തുടങ്ങി. ഇന്നോവേഷൻ, better way of providing the services. So effectiveness, efficiency, innovation. Effectiveness, efficiency and innovation. Next is central thrust of BPR. ഇത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. കസ്റ്റമർ നീഡ് നമ്മൾ മനസ്സിലാക്കി, കസ്റ്റമർ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിന്റെ ഇടയിലുള്ള ടൈം ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് എന്ത്? സെൻട്രൽ ത്രസ്റ്റ് ഓഫ് BPR. മനസ്സിലാവുന്നുണ്ടോ? കസ്റ്റമറിന്റെ നീഡ് നമ്മൾ ആദ്യം മനസ്സിലാക്കി, കസ്റ്റമർക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ മനസ്സിലാക്കി. കസ്റ്റമറിന്റെ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തു. അതെടുക്കാൻ, ഈ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത ടൈം ഉണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കസ്റ്റമർ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. എന്താണ് കസ്റ്റമർ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്? ഈ കസ്റ്റമർ സൈക്കിൾ ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? സെൻട്രൽ ത്രസ്റ്റ് ഓഫ് BPR. കസ്റ്റമർ സൈക്കിൾ ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് central thrust of BPR. BPR aims at reducing the cycle time of process by eliminating the unwanted and redundant steps, and by simplifying the system and procedures, and also by eliminating the transit and waiting time as far as possible. See how beautiful sentence, very important sentence. And then BPR aims at reducing the cycle time of process. Earlier 2 hours queue, ipo 5 minutes in mobile phone. Reducing the cycle time by eliminating the unwanted, redundant steps and simplifying the system and procedures, thereby eliminating the transit and waiting time. നമ്മുടെ waiting time അവിടെ കുറഞ്ഞു. 2 മണിക്കൂർ ക്യൂ നിൽക്കണമായിരുന്നു, ഇപ്പൊ നിൽക്കണോ വേണ്ട. സോ നമ്മുടെ waiting time അവിടെ കുറഞ്ഞു. What are the problems in BPR? BPR എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, re-engineering is a radical improvement in the business process. It's very simple to say entire business process, existing business process. Start from the scratch. Business process develop. Very easy to say. Very easy to say. But it is a major radical improvement in the business process. So it creates serious repercussions and involves resistance from the workforce. Entire workforce entire existing business process BPR ignores the existing workforce, existing business process എന്ന് പറഞ്ഞു. So existing business process entirely മാറ്റുന്ന സമയത്ത് obviously organizationൽ നിന്ന് എന്ത് വരും? സമരങ്ങൾ ഉണ്ടാവും, resistance from the employees ഉണ്ടാവും. So it creates serious repercussions and involves resistance among the workforce. It is very easy to say put it in the dustbin, start from the scratch, develop a new BPR. പറയാൻ വളരെ ഈസിയാണ്, പക്ഷേ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ടൈം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഞാൻ പറഞ്ഞു ഇറ്റ്സ് വെരി ഈസി ടു സേ ടിം സ്റ്റെപ്പ് 1 put it in the dustbin, step 2 develop a new one, step 3 implement. Very easy അല്ലേ? But in practical life it involves time and expenditure, at least in the short run, that many companies are reluctant to go through the exercise. Even there can be loss in revenue during the transition period. പുതിയ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് there will be sometimes loss in the revenue loss വരാൻ സാധ്യതയുണ്ട്. പിന്നെ setting of target is tricky and difficult. If the targets are not properly set, the whole transformation is. So ഞാൻ ഈ BPR ചെയ്തത് കൊണ്ട് എനിക്കൊരു ടാർഗറ്റ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ മാർക്ക് 139 ആണ്, എന്റെ ടാർഗറ്റ് 200 ആയിരുന്നു. ഈ ടാർഗറ്റ് സെറ്റ് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എന്റെ ടാർഗറ്റ് സെറ്റ് ചെയ്തത് 235 ആയിരുന്നു. To be very frank, 235. So I landed at 220. Had I set my target at 200, I would have
sometimes I would have landed 195 or something like that. So ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഈ 139 നിന്നും എവിടത്തേക്കാണ് ഞാൻ എത്തേണ്ടത്? ഈ BPR ചെയ്തത് കൊണ്ട് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ BPR എന്തായാലും ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ് അല്ലെ. സോ ഈ ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം, ഓക്കെ 139, സോ 250 ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്യാം, പറയാൻ വളരെ ഈസിയാണ്. ഇതുപോലെയല്ല പ്രാക്ടിക്കൽ ലൈഫിൽ, ഓർഗനൈസേഷനിൽ, റിയൽ ലൈഫ് ബിസിനസ്സിൽ വരുന്ന സമയത്ത്. സോ വാട്ട് ആർ ദ വേരിയസ് ഡിഫിക്കൽട്ടീസ് ഓർ പ്രോബ്ലംസ് ഇൻ BPR? ഒന്ന്, it is very challenging, cost repercussions and resistance from the employees. രണ്ട്, it involves time and expenditure, revenue loss. And third one, setting of target is very tricky and difficult. Okay ആണോ? Yes. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഏതെങ്കിലും നമ്മൾ അതിന്റെ ഇടയിൽ മിസ് ആയിട്ടുണ്ടോ? ഇല്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പഠിപ്പിച്ച മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് വൺ, BPR and other processes. See, re-engineering does not mean ഇത് ജസ്റ്റ് വൺ ടൈം വായിച്ചാൽ മതി കേട്ടോ. റീ-എഞ്ചിനീയറിംഗ് ഈ ഒരു ടോപ്പിക് ജസ്റ്റ് വൺ ടൈം വായിച്ചാൽ മതി. ഓൾറെഡി നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഒന്നും തന്നെ എക്സ്ട്രാ ആയിട്ടില്ല. യു ക്യാൻ സി സെയിം തിങ് ആണ് പറയുന്നത് ഇവിടെ. It is the concept of discontinuous thinking. It do not have any scope for partial modification അല്ല നമ്മൾ ചെയ്യുന്നത്. Entire total modification, partial modification or marginal improvement അല്ല നമ്മൾ ചെയ്യുന്നത്. We are going for what? Total deconstruction and radical improvement. Total deconstruction and radical improvement ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Next, it recognizes the approach, the BPR approach recognizes the most of the existing rules and procedures of work methods are based on certain assumptions about technology, etc. These assumptions may not be valid anymore. So, എന്താ പറയുന്നത്? BPR approach എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉള്ള പ്രോസസ്സ് ചെറിയ അസംഷൻസിന്റെ ബേസിസിലാണ്. ഈ അസംഷൻസ് ഒക്കെ ഇനി അങ്ങോട്ട് വാലിഡ് അല്ല എന്നാണ് BPR പറയുന്നത്. സർ മനസ്സിലായില്ല സർ, ഒന്നുകൂടി പറയാം. ഓക്കെ, BPRന്റെ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ് ചെറിയ അസംഷൻസിന്റെ ബേസിസിലാണ് ഈ എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രോസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൾറെഡി ഉള്ള ബിസിനസ് പ്രോസസ് ഏതാനും ചില അസംഷൻസിന്റെ ബേസിസിലാണ്. ഈ അസംഷൻസ് ഇനി അങ്ങോട്ടേക്ക് വാലിഡ് അല്ല എന്നാണ് പറയുന്നത് ബിസിനസ് പ്രോസസ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു എക്സാമ്പിൾ ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ CA ഫൗണ്ടേഷൻ പഠിച്ചിട്ട് ഇന്റർമീഡിയറ്റിൽ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു CA ഫൗണ്ടേഷൻ ഞാൻ ഡെയിലി 5 മണിക്കൂർ പഠിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഇന്റർമീഡിയറ്റിലും ഞാൻ 5 മണിക്കൂർ വെച്ച് പഠിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു CA ഫൗണ്ടേഷൻ പാസ്സായല്ലോ, അതുപോലെ തന്നെ ഡെയിലി 5 മണിക്കൂർ വെച്ച് പഠിച്ചാൽ ഇന്റർമീഡിയറ്റും പാസ്സാവും. പക്ഷേ ഇന്റർമീഡിയറ്റ് ഞാൻ തോറ്റുപോയി. സോ എനിക്ക് മനസ്സിലായി ഓൾറെഡി ഉള്ള എന്റെ ബിസിനസ് പ്രോസസ് ചെറിയ അസംഷൻസിന്റെ ബേസിലായിട്ട്. എന്തായിരുന്നു എന്റെ അസംഷൻ? ഇന്റർമീഡിയറ്റും 5 മണിക്കൂർ പഠിച്ചാൽ ഞാൻ പാസ്സാവും. പക്ഷേ ഒരു തവണ തോറ്റപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ BPR ചെയ്തു, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്തു. അന്നേരം എനിക്ക് മനസ്സിലായി ഓൾറെഡി ഉള്ള പ്രോസസ്സിന്റെ മുകളിലുള്ള അസംഷൻസ് ഇനി അങ്ങോട്ടേക്ക് വാലിഡ് അല്ല. These assumptions may not be valid anymore. മനസ്സിലാവുന്നുണ്ടോ? It recognizes the vast and expanding potential of IT. BPR recognizes the vast and expansion potential of IT, the most rational and simple way of redesigning the work. It aims at utilizing the information technology for evolving. BPR use the IT. IT ഇല്ലാതെ BPR ഇല്ല. യൂസ് ഓഫ് IT ആണ് BPRന്റെ മെയിൻ സംഭവം തന്നെ. യൂസ് ഓഫ് IT, using the information technology to reduce the cycle time. Using the information technology, ഏത് സർവീസ് എടുത്തു, നിങ്ങൾ ബാങ്കിൽ ചെന്ന് പൈസ ഇടുന്നതായിക്കോട്ടെ, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിക്കോട്ടെ, മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഫുഡ് ഓർഡർ ചെയ്യുന്നതായിക്കോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ ഫുഡ് വാങ്ങണം, നിങ്ങൾ പണ്ടായിരുന്നു നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സ് ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയി ഹോട്ടലിൽ പോയി പൈസ കൊടുത്ത് പാർസൽ വാങ്ങി വീട്ടിൽ വന്നിരിക്കണം. ഇപ്പോഴാണെങ്കിലോ സ്വിഗ്ഗി, സൊമാറ്റോ, പൊട്ടാഫോ, ഇറ്റിക്കോ, വക്കാറോ, ഒരുപാട് ഫുഡ് ഡെലിവറി ആപ്സ് ഉണ്ട് അല്ലെ. സോ അതിൽ നിന്നും ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നു, വീട്ടിൽ അവർ സാധനം കൊണ്ട് തരുന്നു അല്ലെ. എന്തെങ്കിലും എക്സ്ട്രാ പേയ്മെന്റ് ആവുന്നുണ്ടോ? ഇല്ല, എക്സ്ട്രാ ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ട്, ഡെലിവറി ചാർജ്. എനിവേ നമ്മുടെ ടൈം അവിടെ കുറഞ്ഞില്ലേ? കുറഞ്ഞു. സോ re-engineering starts with the process. While re-engineering starts with the process, it does not end there. The fundamental and radical change that takes place while the re-engineering process has its own implication on the other part of the organization. Re-engineering requires viewing a process from cross-functional perspective. Therefore, it focuses on multi-dimensional approach disregarding the constraints of departmental boundaries. See, re-engineering നമുക്ക് ഒരു particular departmental മാത്രം കൊണ്ടുവരാൻ പറ്റത്തില്ല. The entire organization മാത്രമേ നമുക്ക് re-engineering കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. It is multi-dimensional approach. ഒരൊറ്റ multi-dimensional, multi-departmental, multi-functional approach ആണ്.
ക്രോസ് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് ആണ്. ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം നമുക്ക് BPR കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലുണ്ടോ അല്ലേ? ഞാൻ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം എന്റെ എൻറ്റയർ പ്രോസസ്സ് മാറ്റിയാൽ അതിന്റെ എഫക്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിലുണ്ടാവും. സോ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സും BPR കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് സിങ്ക് ആവണം. സോ എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് കൺസ്ട്രെയിൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ബൗണ്ടറീസ്. ഡിസ്റിഗാർഡിംഗ് ദ കൺസ്ട്രെയിൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ബൗണ്ടറീസ് ഹാസ് ക്രോസ് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് ആൻഡ് മൾട്ടി ഡൈമെൻഷണൽ അപ്രോച്ച്. It involves managing massive organizational changes. It is not just changing the process. It is almost accompanied by a whole lot of changes in other area. ചുമ്മാ പ്രോസസ്സ് മാത്രം മാറ്റുന്നതല്ല ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്. പ്രോസസ്സ് മാറുന്ന സമയത്ത് അതിനനുസരിച്ച് മറ്റു കാര്യങ്ങളും മാറുന്നുണ്ടാവും. പ്രോസസ്സ് മാത്രം മാറ്റുന്നതിനെ അല്ല എന്ത് പറയുന്നത് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം പ്രോസസ്സ് മാറുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട മറ്റു ഏരിയാസും അതിനനുസരിച്ച് ചേഞ്ചസ് വരുന്നുണ്ടാവും. Functional department find their existence as redundant. Practically every aspect of the organization changes beyond recognition. ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയാസിലും ചേഞ്ചസ് കാണാൻ പറ്റും. BPR ഇംപ്ലിമെന്റ് ചെയ്താൽ ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയാസിലും ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഓക്കെ ആണോ? യെസ്, ഇത്രയേ ഉള്ളൂ BPR. ഇത്രയേ ഉള്ളൂ ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്. നമുക്കൊന്ന് നമ്മുടെ നീരജ് അറോറ സാറിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ഒന്ന് എഴുതുക, അനാലിസിസ് ആൻഡ് റീഡിസൈൻ ഓഫ് വർക്ക് ഫ്ലോസ് ആൻഡ് പ്രോസസ് വിതിൻ. The effort should be radical. Radical എന്ന് പറഞ്ഞാൽ total deconstruction and rethinking of the business policy. The objective is to obtain quantum gain. Quantum gain ഏതിലൊക്കെ വരും? Time, cost, output, quantity, customer response. Hope you remember all these words അല്ലേ? Yes. It means starting all over and starting from the scratch. It is about business reinvention. കുഞ്ഞി ഇംപ്രൂവ്മെന്റോ കുഞ്ഞി എൻഹാൻസ്മെന്റോ കുഞ്ഞി മോഡിഫിക്കേഷനോ അല്ല. പിന്നെ എന്താണ് പ്രോസസ്? ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ സെറ്റ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ടുവേർഡ്സ് അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്. ബിസിനസ് പ്രോസസ് ഫോക്കസ് ഓൺ ക്രിട്ടിക്കൽ ബിസിനസ് പ്രോസസ് ഓർ കോർ ബിസിനസ് പ്രോസസ്. എന്തിനാണ് നമുക്ക് BPR വേണ്ടത്? ഒന്ന്, പ്രോസസ് നീഡ്സ് ടു ബി മാനേജ്ഡ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ഹൗ ടു കോമ്പീറ്റ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാ. റാഷണൽ. പിന്നെന്താണ്? ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യൻ എക്കണോമി മാറിക്കൊണ്ടിരിക്കുകയാണ്, കസ്റ്റമർ ഡിമാൻഡ് ഫോർ ബെറ്റർ. ഡു റിമെമ്പർ? ഞാൻ പറഞ്ഞല്ലേ, ഇന്ത്യൻ എക്കണോമി മാറാണ്, പുറത്തുള്ള ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോമ്പീറ്റ് ചെയ്യണം. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നെക്സ്റ്റ് സ്റ്റെപ്സ്: ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്, ഐഡന്റിഫൈ ദ കസ്റ്റമർ, സ്റ്റഡി ദ existing business process, formulate the new plan, implement the redesign. IT കൊണ്ട് എന്താണ് ഗുണം? ടൈം, ജോഗ്രഫി, റിലേഷൻഷിപ്പ്. Efficiency, effectiveness, innovation. I hope you are able to recollect all these words. Central thrust എന്താണ്? കസ്റ്റമർ സൈക്കിൾ ടൈം കുറയുന്നു. പിന്നെന്താണുള്ളത്? പ്രോബ്ലംസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, റീഎഞ്ചിനീയറിംഗിൽ എന്തുണ്ടാവും? നമ്മുടെ റെസിസ്റ്റൻസ് ഫ്രം ദ വർക്ക് ഫോഴ്സ് ഉണ്ടാവും. പിന്നെന്താണ്? ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എക്സ്പെൻഡിച്ചർ. സെറ്റിംഗ് ഓഫ് ടാർഗറ്റ് ഈസ് ഓൾസോ ട്രിക്കി. ഓൾ ദീസ് തിങ്സ്. സോ ഇത്രയേ ഉള്ളൂ BPR. ഈ ഒരു ചാർട്ട് പഠിച്ചാലും മതി. ഒരു തവണ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ മതിയാകും. വേറെ ഒന്നും തന്നെ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ടൊന്നും പറയാനില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്. I hope this topic was not very difficult to you. I hope you enjoyed the topic. So we will see next class the last topic, that is benchmarking. Very simple topic. ഒരു maximum ഒരു half an hour വേണ്ടി വരില്ല കേട്ടോ. അതിന് മുന്നേ നമുക്ക് തീർക്കാം. ലാസ്റ്റ് ടോപ്പിക് ആണ്. I want each and everyone to read this business process reengineering right now itself, and WhatsApp me at 8075450932. How do you feel the class ഇഷ്ടപ്പെട്ടോ? എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുന്നത്? ക്ലാസ് ഐഡിയാസ് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു തരുന്ന എക്സാമ്പിൾസ് ക്ലിക്ക് ആവുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യണം. ഏതാണ് ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അതും എനിക്ക് വാട്സ്ആപ്പ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വിതിൻ 24 hours ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ടോപ്പിക് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്. See you in next class.